നവാസ് മേത്തറുടെ ആ താലിമാല തേടി ആരും വന്നില്ല എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം കണ്ണൂർ ചേംബർ ഹാളിൽ നടന്നു. ജോൺ ബ്രിട്ടാസ് MP പ്രകാശന കർമ്മം നിർവഹിച്ചു. അന്ന് ഞാൻ ആദ്യം പരിചയപ്പെട്ട ഒരു കഥാപാത്രം നവാസ്. എനിക്കിപ്പോഴുള്ള ആ രംഗങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നവാസ് നമ്മൾ DP ജോസിന്റെ സഹായിക്കും. പക്ഷേ സർവകലാപാതകൾക്ക് അന്ന് ഓൾഡ് ബസ് സ്റ്റാൻഡ് അല്ലെ, ഓൾഡ് ബസ് സ്റ്റാൻഡില് നിത്യ സാന്നിധ്യമാണ് നവാസ്. ഒരു കറുത്ത് മെലിഞ്ഞ ചെറുപ്പക്കാരൻ. ഇത് റേഷ്യൽ കമന്റൊന്നല്ല കേട്ടോ, യാഥാർത്ഥ്യം വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. മൂണ്ടക്കണ്ണ്, അതായിരുന്നു അന്നത്തെ നവാസ്. പക്ഷേ ആ കണ്ണിലൊരു ജ്വാല ഉണ്ടായിരുന്നു. ആ ജ്വാലയാണ് പിന്നീട് നവാസിനെ ഇവിടെ എത്തിച്ചത്. അന്ന് നവാസ് ചെയ്യാത്തൊരു ജോലി, നവാസ് കൊച്ചു മാധ്യമ പ്രവർത്തകനാണ്. അതെ, കാരണം വെച്ചാല് ജോസഫ് കോളേജിൽ ജോലിയുണ്ട്. അപ്പം അത്യാവശ്യം പത്രക്കുറിപ്പുകളൊക്കെ കറക്കി കുത്തി എഴുതി വാർത്തകളൊക്കെ ശേഖരിക്കും, പത്രക്കെട്ടുകൾ വിതരണം ചെയ്യും. ഏത് ജോലി ചെയ്യാനും മടിയില്ലാത്ത ഒരു പ്രത്യേക പരിസ്ഥിതിയായിരുന്നു നവാസ്. TK രമേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആദ്യ പതിപ്പിറക്കി 2 ആഴ്ചക്കകമാണ് രണ്ടാം പതിപ്പ് പുറത്തിറക്കിയത്. റിട്ടയർഡ് SP പ്രിൻസ് അബ്രഹാം, അഡ്വക്കേറ്റ് K വിശ്വൻ, അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, അഡ്വക്കേറ്റ് TO മോഹനൻ, KK വിനോദ് കുമാർ, M വിനീഷ് കുമാർ, ജോർജ് തയ്യൽ, ഡോക്ടർ മുരളി മോഹനൻ KV എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.